ഈ മാസമുറയുള്ള സമയത്തും സ്ത്രീകൾക്ക് മുരുകനെ എന്താണ് പൂജിക്കാമോ? സ്ത്രീകൾക്കായിട്ട് മുരുകന് ഈ വേലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാമോ സ്ത്രീകൾക്ക്? മുരുകൻ എപ്പോഴും ശുദ്ധിയുള്ള ഒരു ഡയറ്റിയാണ്. അപ്പോൾ എപ്പോഴും അതിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു സ്ഥലം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നും മുരുകനെ വിളിക്കാം. പിതാവെന്ന നിലയിൽ എൻ്റെ സ്കന്ദഷഷ്ടിക്ക് എന്താണ്, ഈ വ്രതമെടുത്താൽ എന്താണെന്ന് ഈ ലോകത്തിനോട് പറയാനുള്ള ഫസ്റ്റ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. മുരുകനെ വിളിച്ച് എവിടെ പ്രാർത്ഥിച്ചാലും ആ വിളി കേൾക്കാനുള്ള ഒരവസരം എനിക്ക് അദ്ദേഹം അവിടെ ചെന്ന് ആ കാര്യം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് അറ്റൻഡ് ചെയ്തുമ്പോൾ എനിക്ക് എന്നിലൂടെ ആ കാര്യം റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഫസ്റ്റ് തന്നെ പറഞ്ഞു മെഡിസിൻ അങ്ങ് ഒഴിവാക്കില്ല. ഞാൻ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തു. മെഡിസിൻ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ അവരെ വീട്ടിലെല്ലാവരും പറഞ്ഞു ഇത് റിസ്ക് കേസാണ്, പ്രശ്നമാകുമ്പോൾ പറഞ്ഞു എന്ത് പ്രശ്നമാണ് ശരി ഞാൻ അങ്ങ് എടുത്ത്. നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് മുരുകന്റെ സാമീപ്യം തിരിച്ചറിയുന്ന വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളും വിശ്വാസങ്ങളും നമുക്കായി ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ സംഗീത് ലാൽ സാറാണ് നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സാറ് എപ്പോഴാണ് ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ മുരുകൻ കൂടെ ഉണ്ട് എന്നുള്ള ഫീല് തിരിച്ചറിയാൻ തുടങ്ങിയത്? മുരുകൻ്റെ പ്രസൻസ് ചെറുപ്രായം തൊട്ട് തന്നെ ഉണ്ട്. ചെറുപ്രായം എന്ന് വെച്ചാൽ നമുക്ക് പേരിടാൻ ചെല്ലണത് അവിടെ. അതിനുശേഷം അദ്ദേഹം അവിടെ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് എപ്പോഴും പോകും. അപ്പോൾ ഒരു കാവ്യം എടുത്തൊരു മുരുകൻ്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതെപ്പോഴോ വേണമെന്ന് വാശി പിടിച്ചു വീട്ടിലൊക്കെ കൊണ്ടുവന്നു. ആ ഒരു അത് ശരിക്കും പറഞ്ഞ ചുമ്മാ ഒരു ഇതുപോലെ ഒട്ടിച്ചു വെച്ച് അവിടെ ഈ അന്നത്തെ ഒക്കെ കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ചാൽ പിന്നെ ഇവിടെ അത് അനുഷ്ഠാനങ്ങൾ പാലിക്കണം, അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വീട്ടിലതൊന്നും സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു അപ്പോൾ എല്ലാവരും ചോദിക്കും, നമ്മുടെ പിന്നെ അടുത്ത സ്റ്റെപ്പ് അമ്പലങ്ങളാണല്ലോ. അമ്പലത്തിൽ ആൾക്കാർ ചോദിച്ചാലും വിളക്ക് കത്തിക്കുന്നത് ബുദ്ധിമുട്ടാന്നൊക്കെ വെച്ചാൽ ആ ഒരു ഫോട്ടോയിലൊക്കെ വെച്ച് ശക്തി വരുമെന്നൊക്കെ ഒരു തോന്നല്. അപ്പോൾ എനിക്ക് അവസാനം എനിക്ക് ചന്ദനത്തിരി കത്തിക്കാനുള്ള ഒരു പെർമിഷൻ ചോദിച്ചപ്പോൾ ഓക്കെ. പിന്നെ അവിടെ തൊട്ട് ആ ഒരു കാഷായ വസ്ത്രധാരിയായ മുരുകൻ്റെ ഫോട്ടോ വെച്ച് ആരാധിച്ചു തുടങ്ങുന്ന ചെറുപ്പം തൊട്ടേ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ആദ്യം ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് മുരുകൻ നമ്മളൊക്കെ എന്താ ഒരു സഹചാരമായിട്ട് വളർന്നു വരിക. അന്ന് ബാലമുരുകനായിരുന്നു. ഇപ്പം അദ്ദേഹം എൻ്റെ കൂടെ ഉള്ളത് ഒരു എംപററായിട്ട് തന്നെയാണ്. കാരണം അത് കണ്ടിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ചെറുപ്രായത്തിൽ ഓരോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കണം, അങ്ങനെ ഉണ്ടാകണം. ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് ആദ്യമായിട്ട് വേണ്ടതും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഈസി ആയിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈൻ എനർജിയാണ് മുരുകൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശിവൻ എന്ന് പറയുന്ന ശക്തിയുടെ ഉഗ്ര രൂപത്തിൻ്റെ കാച്ചിക്കുറുക്കിയ ഒരു ക്രീമാണ് അദ്ദേഹം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുരുകൻ്റെ ഒരു ശിവൻ ഞാൻ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള എൻ്റെ അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് പാർവതി ദേവി പോലെ ഒരുപാട് തപസ് ചെയ്തിട്ടാണ് ഉദ്ദേശം ഒന്ന് കാണാൻ പറ്റിയത്. ഇതേ അങ്ങനെയല്ല, ഫുൾ ഭയങ്കര എന്താ രാജാതി രാജനായിട്ട് എപ്പോഴും നിൽക്കുക. എന്താണ് പ്രജകളുടെ പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു പക്ക രാജാതി രാജന. അത് എന്തുകൊണ്ടാണ് രാജാവെന്ന് പറയണമെന്ന് വെച്ചാൽ ദേവലോകം അദ്ദേഹത്തിന് ശ്രീധനായിട്ട് കിട്ടിയെന്നുള്ളതാണ് സങ്കല്പം. ഇന്ദ്രന്റെ മോളെയുള്ള കല്യാണം കഴിച്ചവന്. അപ്പൊ അദ്ദേഹം നമ്മൾ മയിൽവാഹനം മാത്രമല്ല, ഐരാവതം അദ്ദേഹത്തിന്റെ ശ്രീധനായിട്ട് കൊടുത്തതിന്റെ കൂട്ടത്തില് ഇത് കിട്ടിയെന്നുള്ളതാണ് ശരിക്കും പുരാണങ്ങളിൽ പറയുന്നത്. ഐരാവതം കൊടുത്തു, ഇന്ദ്രൻ സകല സാമ്രാജ്യങ്ങളും എല്ലാം കൊടുത്ത് ഈ ഐരാവതം കൊടുത്തു എന്നാണ് പറയുന്നത്. മോദിജിയുടെ അടുക്ക ഇന്ത്യയിൽ ഒരു കാര്യം പറഞ്ഞ പോലെ ഇരിക്കും കാര്യങ്ങൾ, സ്പോട്ടിൽ നടക്കും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറേ നാളുകളായിട്ട്. പക്ഷെ ഇതൊന്നും പുറത്തു പറയാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മുടെ പ്രൊഫഷൻ അതല്ലാത്തതുകൊണ്ട് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കാണുമ്പോൾ എൻ്റെ നിയോഗം അതാണെന്ന് പറയുമ്പോൾ ഞാനത് ഇപ്പോഴത്തെ തലമുറ ഉൾപ്പെടെ അറിയാൻ വേണ്ടി എന്നെ ആ ഒരു കാര്യത്തിൽ കൂടി എന്നെ ഉപയോഗപ്പെടുത്തുവാണ്. അപ്പം എനിക്കിതെല്ലാം പറയാനുള്ള ആ ഒരു ഞാൻ എന്ത് സംസാരിക്കുന്നു ബുക്കുകളിൽ കൂടിയല്ല,
ഞാൻ എന്ത് സംസാരിക്കുന്നു അതെല്ലാം എൻ്റെ അനുഭവമാണ്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഞാൻ ചെറുപ്പം തൊട്ടേ സ്കന്ദഷഷ്ടി വ്രതം എടുക്കും. അത് കഠിനമായിട്ട് എടുക്കും, ചിലവ് എടുക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞുതരാനുള്ള, സ്കന്ദഷഷ്ടിക്ക് എല്ലാവരും എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയല്ലേ. ഞാൻ വളരെ അഭിമാനത്തോടെ ആണ്ടവൻ്റെ തൊഴുതിട്ട് പറയാണ്, രാജഗിരി സ്കൂളിലാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി പഠിക്കുന്നത്. +2 കഴിഞ്ഞുള്ളൂ, ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അവന് 99.75 മാർക്ക് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തെന്ന് തന്നെ പറയുള്ളൂ. കാരണം എനിക്ക് അവനെ നോക്കാൻ സമയം കിട്ടിയില്ല. കാരണം അവൻ രാജഗിരി അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന കോളേജിൽ ആ ഒരു ഫസ്റ്റ് റാങ്കിൻ്റെ അടുത്ത് അവനുണ്ട്. അതൊരു സന്തോഷമല്ലേ? ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ സ്കന്ദഷഷ്ടിക്ക് എന്താണ്, ഈ വ്രതമെടുത്താൽ എന്താണെന്ന് ഈ ലോകത്തിനോട് പറയാനുള്ള ഫസ്റ്റ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവനത് പഠിക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ മക്കളുടെ കാര്യത്തിലെ. അപ്പോൾ ഈ കുട്ടീനെ നോക്കാതെ എന്തുകൊണ്ട് പറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് അപ്പോഴേക്കും വേറൊരു അസൈൻമെന്റ് എനിക്ക് അദ്ദേഹം തന്നു, മുരുകൻ തന്നു. എന്താണ് ആ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവരെ വീട്ടിൽ ഭയങ്കരമായിട്ട് ക്ഷിപ്രപ്രയോഗം എന്ന് നമ്മൾ പറയുമല്ലോ, നെഗറ്റീവ് എനർജി നമ്മൾ ഇംഗ്ലീഷിൽ പറയും, പക്കാ കൂടോത്രം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതും പിന്നെ അവർ താമസിക്കുന്ന സ്ഥലത്തുള്ള എനർജി എല്ലാം കൂടി ആ കുട്ടിക്ക് ഇവള് നന്നായിട്ട് പഠിക്കുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു, നന്നായിട്ട് മ്യൂറൽ പെയിന്റ് ചെയ്യുമായിരുന്നു. ഈ എനർജി ഇതെല്ലാം കണ്ട് കണ്ണേറ് ദോഷങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ, ഇതൊക്കെ കൂടി കുമിഞ്ഞുകൂടി ആ കുട്ടിയുടെ പിന്നെ മാനസികാവസ്ഥയിലെ കുട്ടി, വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ മരണം, ഇതൊക്കെ കൂടി കുട്ടിയുടെ ഡിപ്രഷനിലേക്ക് പോയി. ഈ ഡിപ്രഷനിലേക്ക് പോണ സമയത്ത് മരുന്നുകൾ ഉപയോഗിച്ചിട്ടും കുട്ടിക്കും നിയന്ത്രിക്കാൻ പറ്റണില്ല. എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ ചേച്ചിയാണ് എന്നെക്കുറിച്ച് പറയുന്നതും അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് എത്തുന്നത്. ആ കുട്ടി വളരെയധികം മിടിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും കാണിച്ചിട്ടൊന്നും നടപടിയാവുന്നില്ല, പറ്റുന്നില്ല. അന്നൊന്നും എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്തുള്ള പരിപാടി എനിക്ക് അറിയില്ല. ആ കുട്ടിയെ നമ്മൾ കാണുന്നത് പഴനിന്ന് തിരിച്ച് ഞാൻ വരുന്ന സമയത്താണ് ഈ കുട്ടി ആദ്യം തന്നെ വിളിക്കുന്നത്. അന്ന് കുട്ടിയുടെ അമ്മ മുരുകനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുരുകനെ വിളിച്ച് എവിടെ പ്രാർത്ഥിച്ചാലും ആ വിളി കേൾക്കാനുള്ള ഒരവസരം എനിക്ക് അദ്ദേഹം അവിടെ ചെന്ന് ആ കാര്യം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്നിലൂടെ ആ കാര്യം റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ കുട്ടിയുടെ ചെന്ന് ഞാൻ കാണുമ്പോൾ 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പഴനിയിൽ നിന്ന് പാലക്കാട് വരെ ആ കുട്ടി ഇംഗ്ലീഷിൽ നല്ല സ്പഷ്ടമായിട്ട് സ്ഫുടമായിട്ട് സംസാരിച്ച കുട്ടി പിന്നീട് ഒരു ദിവസം ഇവരിൽ കാര്യങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എനർജി വരുമ്പോൾ ഇവർ ആള് മാറുവാണ്, വേറൊരു റോളാവുകയാണ് ഫേസിലും സംസാരത്തിലൊക്കെ. ആ കുട്ടീനെ എനിക്ക് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ എനിക്ക് എൻ്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഉത്തരവായിരുന്നു ശരിക്കും സാർ. അതൊരു നിയോഗമായി. നിയോഗം, ആണ്ടവന്റെ നിയോഗം. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തു. ആ കുട്ടിയുടെ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ട് ചെന്നു. ഞാൻ അങ്ങനൊന്നും പോകാറില്ല, അവർക്ക് കൊണ്ടുപോയി ഫസ്റ്റ് തന്നെ പറഞ്ഞു മെഡിസിൻ അങ്ങ് ഒഴിവാക്കിക്കോ. ഞാൻ എന്ത് കണ്ടിട്ടാ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തു. മെഡിസിൻ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ അവരെ വീട്ടിലെല്ലാവരും പറഞ്ഞു ഇത് റിസ്ക് കേസാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നമാണ് ശരി, ഞാൻ അങ്ങ് എടുത്ത് എന്നിട്ട് ഒരു നുള്ളു ഭസ്മം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി തൊട്ട് ഡെയിലി ഞാൻ തന്നെ പറഞ്ഞ പോലെ ഫോളോ ചെയ്യാൻ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം പറഞ്ഞത് സിസ്റ്റമാണ്, ആ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് പോയിട്ട് ആ കുട്ടി +2 കഴിഞ്ഞു. പിന്നെ ഇന്ന് നമ്പർ 1 ആയിട്ടുള്ള രാജഗിരിയിൽ നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇത് ആ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയൊക്കെ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഈ രാഷ്ട്രീയം പറയല്ല, അവരാ കോൺഗ്രസിൻ്റെ ഒരു അത്യാവശ്യം ടോപ്പ് പൊസിഷനിലിരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അവർ കൊല്ലം ജില്ലയിൽ ഒരു ടോപ്പ് മോസ്റ്റ് ആൾക്കാരൊക്കെ അവരുടെ ആൾക്കാരാണ്. അപ്പോൾ ഈ രാജഗിരി കോളേജിൽ അഡ്മിഷന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ കളമശ്ശേരി നഗരസഭ പിന്നെ MP ഇങ്ങനെ കുറേ ആൾക്കാരെ പ്രശ്നം കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി
പല പല ന്യായീകരണം പറഞ്ഞങ്ങ് മാറ്റി വെച്ചു. ഓക്കെ. പിന്നെ അവസാനം പറഞ്ഞു ഇവിടുത്തെ മിനിസ്റ്ററുടെ ലെറ്റർ വാങ്ങി. ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം നടപടി ആവില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് അമ്മക്ക് ഭയങ്കര ടെൻഷനായി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ, ആണ്ടവനോട് പ്രാർത്ഥിച്ചോ, വഴി എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞ ഫോളോ ചെയ്തോ, സിസ്റ്റം നടന്നിരിക്കും. അതൊരു പ്രോസസ്സാണ്, നടന്നിരിക്കും. സാറിന് അതായത് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ കഴിയും, അറിയാൻ പറ്റുന്നോണ്ടാണല്ലോ പറയുന്നത്. പക്ഷെ ഇത് വിശ്വസിക്കില്ല ആൾക്കാർ. ആൾക്കാർക്ക് എപ്പോഴും സംശയം, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവരുടെ ലെറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊന്നും നടപടി ആകില്ല. ആകില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതും കൂടി വർക്കൗട്ട് ചെയ്താൽ അവിടെയൊക്കെ നടപടിയാവും. ഇതില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, ഞാൻ ഇതൊന്നും ഉദ്ദേശം മനസ്സിലായില്ല, സാമ്പത്തികം അതൊക്കെ ഉണ്ടെങ്കിൽ കാര്യം നടക്കുമായിരിക്കും. പക്ഷേ ഇത് അതിൻ്റെ ഉള്ളിൽ നടന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്നോട് ചോദിച്ചപ്പോൾ അവരുടെ അമ്മ എന്നോട് പറഞ്ഞു, വിഷമിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെ നടക്കുമെന്ന് തോന്നണില്ല. ഞാൻ പറഞ്ഞ്, ആണ്ടവൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? 99% നടക്കും. അപ്പോൾ ഇവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവർ പറഞ്ഞു അവിടെ ഭയങ്കര പാടാണ്, അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ, ആണ്ടവൻ നടത്തിയിരിക്കും, ഒരു സംശയമില്ല. അത് എന്നിലൂടെയാണ് പറഞ്ഞ് നടന്നിരിക്കും. അപ്പോൾ ഞാനൊരു ദിവസം രാജഗിരിയിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു, റെക്കമെൻഡേഷൻ ലെറ്റർ ഇല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റില്ലേ? ഇന്നത്തെ ലോകം അതാണ്, സിറ്റുവേഷൻ ഇല്ല. ഞാൻ പറഞ്ഞു റെക്കമെൻഡേഷൻ ലെറ്റർ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ പേര് പറഞ്ഞുകൊണ്ട് പ്രശ്നമാണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല. അത് അവിടെ ചെന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടോയെന്ന് വെച്ചു, പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് അപ്പം തന്നെ ആണ്ടവൻ പറഞ്ഞാൽ നീ ആ പ്രിൻസിപ്പാളിനെ കയറി കാണാൻ പറഞ്ഞു. പ്രിൻസിപ്പാളിനെ കയറി കാണാൻ പറയുമ്പോൾ ഞാനപ്പം എന്താ മോളിൽ നിന്ന് തന്നെ ഒരു കമാൻഡ് ഞാൻ അനുസരിക്കാൻ തന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്രിൻസിപ്പാളിനെ അത് മുൻകൂട്ടി സാങ്ഷൻ വേണം. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് ആണ്ടവൻ രണ്ടാമത്തെ ഉത്തരവ് വന്നു, നിന്നോട് പോയി കാണാനാണ് പറഞ്ഞു തന്നെ. അപ്പം ഞാൻ നേരെ നടന്നു, ആരും തടഞ്ഞില്ല എന്നെ. ഞാൻ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ ചെന്ന് നോക്ക് ചെയ്തു. എന്നിട്ട് ചോദിച്ചു എനിക്കൊന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ദൂതനായിട്ടാണ്, എനിക്കൊരു കുട്ടിയുടെ കാര്യം പറയാനാണ് പറഞ്ഞത്. സോ എന്നോട് റെക്കമെൻഡേഷൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്, അത് പുറത്ത് മോളിൽ നിന്നാണ്, അത് ഞാൻ ഇപ്പോൾ പറയണില്ല എന്ന് പറഞ്ഞു. അത് ഇത്രയും ഞാൻ ചോദിച്ചോളൂ, എനിക്ക് ആ ഒരു കേസ് കേട്ടിൽ എന്ത് ചെയ്തു തരാൻ പറ്റും, ന്യായമുള്ള ജസ്റ്റിസ് ഉള്ള കാര്യമുണ്ട്. ഇപ്പോൾ റെക്കമെൻഡേഷൻ ഇല്ലാത്തവർക്കൊന്നും ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചു. എൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി, ഞാൻ ആ വ്യക്തിയുടെ മുഖത്തേക്ക് ഞാനും കുറച്ചു നേരം നോക്കിയിരുന്നു. അപ്പം തന്നെ പുള്ളി ഒരു പച്ച പേന എടുത്തിട്ട് കുറിച്ച് തന്നു. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. എന്നിട്ട് പറഞ്ഞു അവിടുത്തെ ഒരു അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഞാൻ അച്ഛനെ കാണാൻ പോയി. അച്ഛൻ്റെ അടുക്കെ ചെന്നപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ PhD ഒക്കെ എടുത്ത് പക്ക ഒരു എന്താ പറയുക ആത്മീയ ലെവലിൽ ഞാൻ നല്ല ഗ്ലാമറുള്ള അച്ഛൻ, നല്ല പണ്ടാരണ്ട് പറഞ്ഞാൽ കല്യാണം കഴിക്കാനായിട്ട് പറ്റുന്ന ഇന്നത്തെ പിള്ളേരൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ളൊരു അച്ഛൻ. ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ കല്യാണം കഴിക്കേണ്ടത്, തമാശക്ക് ഞങ്ങൾ സംസാരിച്ചു. ഇതിന് ശേഷം ഞങ്ങളുടെ സംസാരങ്ങൾ ഭയങ്കര ഒരു രഹസ്യമായിട്ടുള്ള രീതിയിലൊക്കെ മാറിയത്. ഇതൊക്കെ ആണ്ടവൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അദ്ദേഹം സ്പിരിച്വൽ ലൈനാണ്, പോണതും കറക്റ്റാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിന് വൈബ് കിട്ടി, ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷേ പിന്നീട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലായത് ഈ നമ്മുടെ കാത്തലിക്സിനൊക്കെ നമ്മുടെ ബദ്രിനാഥിൽ ആശ്രമമുണ്ട്, അവിടെ ചെന്ന് ഇവരെ പഠിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്രിയായോഗ എന്തോ സംതിങ് അദ്ദേഹം ഇതുപോലെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരാളുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. പലപ്പോഴും വിഷമിക്കും. പക്ഷെ പ്രാർത്ഥന കൃത്യമായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരാളും വേണം, പറഞ്ഞു തരാൻ ഒരാളും വേണം. ആ ഒരു പ്രാർത്ഥന ലൈൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഞാൻ എന്നെ വിളിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു സാറിന്റെ മുരുകൻ ആദ്യമായിട്ട് ഈ കൂടെ ഉണ്ടായിരുന്നു അനുഭവിച്ചപ്പോ ഭയമായിരുന്നു, ഒരു സന്തോഷമായിരുന്നു, എന്തായിരുന്നു അപ്പോഴത്തെ ഒരു? ഈ അനുഭവിച്ചറിയാന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ മുരുകനെ അനുഭവിച്ചു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം നമ്മൾ ജനിച്ചത് തൊട്ട് അദ്ദേഹത്തിനെ കാണുന്നത്, നമ്മളെ കുടുംബത്തിൽ ജനിച്ചു അച്ഛനും അമ്മേനെ കാണുന്ന പോലെ ഇരിക്കും എൻ്റെ കൺസെപ്റ്റ്.
പിന്നെ മുരുകൻ്റെ ഒരു അന്ന് എനിക്ക് ഇവിടെ നമ്മൾ മുരുകനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ ഇവിടെ ഒന്നും മുരുകന്റെ അമ്പലങ്ങൾ കുറവല്ലേ, വളരെ കുറവാണ്. പക്ഷെ കൃഷ്ണനെ കുറിച്ചോ ശിവനെ കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതിനെ മന്ത്രങ്ങൾ പറഞ്ഞുതരാൻ ആൾക്കാരുണ്ട്. ഞാൻ ഈ ഒരു മന്ത്രം തേടിയിട്ട് പലയിടത്ത് ഒരു നമുക്കൊന്ന് ചൊല്ലണ്ട ഡെയിലി, അതിനുവേണ്ടി അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ബ്രാഹ്മിൺസാണ്, അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മിൺസാണ്. അവർ മുരുകൻ്റെ ഭയങ്കര ഭക്തി. എനിക്ക് അങ്ങനെയാണ് ഒരാളെ കിട്ടുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോനെ സ്കന്ദഷഷ്ടി കവചം വായിക്കാൻ പറഞ്ഞു. നമ്മൾ അന്ന് രസമുള്ളൊരു പാട്ട് അത്രേ ഉണ്ടായുള്ളൂ എനിക്കത്. പക്ഷേ അത് ഞാൻ ഇവിടുത്തെ എൻ്റെ അനുഭവത്തിൽ പല രീതിയിലും അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു മന്ത്രമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പലരോടും ഇതൊക്കെ ഒരുപാടുണ്ട്, ഇതുപോലത്തെ കവചം ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരും ഒരു ദിവസം 36 തവണ കൊല്ലേണ്ടി വന്നു, ഒരു പ്രശ്നത്തിൽ നിന്ന് പോരേണ്ടി വന്നു. അത് ദേവി ഉപാസകനാണ് പുള്ളി, ദേവിയുടെ ദീക്ഷയൊക്കെ കിട്ടി അങ്ങേറ്റം. അപ്പൊ അവരുടെ ഒക്കെ പറഞ്ഞ എന്ത് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും നമുക്കൊരു പ്രശ്നം തന്നെ, ഇപ്പൊ എല്ലാവരും ഈഗോസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. എല്ലാം ഭക്തിയൊക്കെ കൂടുതൽ ഞാനിതാന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ റൂൾ ചെയ്യുന്നത്. അപ്പൊ ഈ റൂളിങ്ങിലെ പ്രോബ്ലം പറ്റുന്ന വെച്ചാൽ മറ്റതൊന്നും ഐ ഓപ്പൺ വരുന്നില്ല. ഇതൊരു സിസ്റ്റമാണ്, അതൊരു സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിൽ പോകും. എനിക്ക് നിന്ന് ദഹിക്കുന്ന കാര്യമല്ല, എനിക്ക് അറിയാനും പാടില്ല. എനിക്കറിയാം അതൊക്കെ ബുക്ക് നോക്കി ഗുരുവായിട്ടൊക്കെ സ്വീകരിച്ച് അവരുടെയൊക്കെ ലെവലിൽ പോണ ആൾക്കാരെ അവരൊക്കെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം നമ്മൾ എൻ്റെ ഗുരുവാരൻ ചാണ്ടവനാ, അത് ഇപ്പോഴും മനസ്സിലാവേണ്ട വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പ്രോബ്ലം കഴിഞ്ഞ ദിവസം വന്നു വെച്ചാൽ, ഈ ആരെങ്കിലൊക്കെ ഗുരുക്കം നമ്മൾ എല്ലാവരും ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കഴിവുള്ള ഒരാളെ കാണാൻ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നുന്നു. അപ്പോൾ ഈ ദേവി ഉപാസകരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുരു കാമാക്കിയിലുള്ള ഏറ്റവും ഇപ്പോഴാണ് കാമാക്കിയെ കുറിച്ചൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നത്. ഞാൻ പണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് ഈ കാമാക്കിയ ഉള്ളതെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും പോകുന്നതും. അപ്പൊ ഈ കാമാക്കിയെ കുറിച്ച് കേൾക്കണ എങ്ങനെയാ വെച്ചാൽ, അമ്പലത്തില് ഈ ബാബ അവിടെ ഇരിക്കുന്ന ബാബ വർഷങ്ങളോളം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവിടെ ഇരിക്കുന്നത് ബാബയാണ്. ബാബ വർഷത്തിലൊരിക്കലാണ് അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് വരും. ഈ അവിടുത്തെ അമ്മേനെ കണ്ടിട്ട് തിരിച്ചു പോകും, വേറെ എങ്ങും പുള്ളി പോവില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനുണ്ട്, അദ്ദേഹത്തിനെ കാണാനായിട്ട് വരും. അവിടെയാണ് സ്റ്റേ ചെയ്യണത്. പിന്നെ നേരെ എയർപോർട്ടിൽ നിന്ന് പോകും. ആ വീട്ടിൽ നോക്കുമ്പോൾ ഒരുപാട് പേര് അവരെ കാണാനൊക്കെ ആയിട്ട് വരും. അപ്പം ഞാൻ ഈ പറഞ്ഞ ദേവി ഉപാസകൻ്റെ വേറൊരു കൂട്ടുകാരുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ഈ ബാബേനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പുള്ളി ചോദിച്ചു, അതിന് നിങ്ങൾക്ക് കുറച്ച് പ്രോസസ്സൊക്കെ അറിയണം. ഞാൻ പറഞ്ഞു, എന്താണ് പ്രോസസ്സ്? അപ്പോൾ അവർ പറഞ്ഞു, അത് ഭഗവതി സിസ്റ്റം നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞു, ഭഗവതി സിസ്റ്റം എനിക്കറിയില്ല. എന്നാൽ നിങ്ങളെയൊക്കെ സമയമാകുമ്പോൾ ആവുമെന്ന് പറഞ്ഞു. ഞാനത് വിട്ടു. പക്ഷേ അപ്പോഴാണ് അറിയണത്, കന്യാകുമാരിയിൽ അദ്ദേഹം അവിടെ ചെന്ന് കാണാനായിരുന്നു ആഗ്രഹം. തിരിച്ചിവിടെ ഉണ്ടെന്ന് ആരോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് പോയാൽ കാണാൻ പറ്റുമോ? അപ്പോൾ അവരവിടെ ചെന്നു, ഒരുപാട് ആൾക്കാരോട് നിൽപ്പുണ്ട്. അതിന് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരുപാട് പോലീസ് ഓഫീസേഴ്സിൻ്റെ ടോപ്പ് ഓഫീസിലൊക്കെ അവരുണ്ട്. അപ്പം ഞാൻ ഒരു നോട്ടം കാണാൻ വേണ്ടി ബാക്കിൽ ഇതുപോലത്തെ ഒരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ പുറകയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാബ വലിയൊരു കസാര ഇട്ടുണ്ട്, കസാരയല്ല കുഷ്യൻ ചെയർ, വലിയൊരു കുഷ്യൻ ചെയർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് വേറെ ചെയർ ഇട്ടുണ്ട്, അതും കാലിയാണ്. പിന്നെ ബാക്കിയുള്ള വിസിറ്റേഴ്സ് മുഴുവൻ ഇങ്ങനെ സൈഡിലിരിക്കുക. ബാബ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ വെച്ച് വേറെ പുറകിലുള്ള ആരോ എന്നെ വിളിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ വിളിച്ചു. അപ്പോൾ അവർ ചാടിയ മുമ്പിലൊക്കെ അല്ല, ഇപ്പുറത്തേക്ക് ആളതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പം എനിക്കൊരു സംശയം, ഇനി എന്നെ തന്നെയാണോ ബാബ വിളിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞ് എന്നോട് വരാൻ പറഞ്ഞു. വരാൻ പറഞ്ഞപ്പോഴേക്കും ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല, അവിടുത്തെ പൊളിറ്റിക്കലും എല്ലാവരുമായിട്ടുള്ള ഒരുപാട് VIP അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും അവിടെ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ ഈ കാലിയായിട്ടിരിക്കുന്ന ആ ചെയറിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബ ഇത് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കാണാൻ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ബാബ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താണോ ഫോളോ ചെയ്യുന്നത് ആ സിസ്റ്റം ഫോളോ ചെയ്ത് പോവുക, വേറെ ഒന്നും പറയാനില്ല. നീ എന്നെ കാണാൻ വന്ന് മനസ്സിലായി,
അത് കണ്ടുപോവാം. പക്ഷേ സമയം കിട്ടുമ്പോൾ നീ കാമാക്കിയിലേക്ക് വന്നു പോകും. ഞാനതങ്ങനെ കേട്ടു, അങ്ങ് വിട്ടുപോയി. പിന്നീടാണ് അമ്മയാണത് വരുന്നത്, അമ്മയാണ് പുറത്ത് കാത്തുക്കണം മുരുകനാണ്. അതാണ് ആ ഒരു സംഭവിച്ചത്. തീർത്തും ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. ഭയങ്കര വലിയ അനുഭവമായിരുന്നു അത്. എന്താ അറിയാ, അമ്മക്ക് മക്കളോടുള്ള സ്നേഹം അത് ഈ എനർജിയൊക്കെ തമ്മിൽ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞാൽ എനിക്കൊരു സിസ്റ്റം അറിയില്ല, എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ എനിക്ക് അനുഭവം എന്ന് വെച്ചാൽ, ഈ അമ്മ എന്ന് കേരളത്തിൽ വന്നാലും എൻ്റെ വീട്ടിൽ വന്ന് ചായ പിടിച്ചിട്ട് പോകും. അത് ഭയങ്കരമായ അനുഭവമായിരുന്നു. കാരണം അതായത് ഈ മാസമുറയുള്ള സമയത്തും സ്ത്രീകൾക്ക് മുരുകനെ എന്താണ് പൂജിക്കാമോ? സ്ത്രീകൾക്കായിട്ട് മുരുകന് ഈ വേലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാമോ സ്ത്രീകൾക്ക്? മുരുകൻ എപ്പോഴും ശുദ്ധിയുള്ള ഒരു ഡയറ്റിയാണ്. അപ്പോൾ എപ്പോഴും അതിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും മുരുകനെ വിളിക്കാം. പച്ച സാരി എടുത്തപ്പോൾ നല്ല തേച്ച് നമ്മൾ ഏറ്റവും പ്രസന്റബിൾ ആയിട്ടാണ് താങ്കൾ ഇന്ന് ഇരിക്കണേ. ഇതേ മൂഡിലായിരിക്കുമോ വീട്ടിലിരിക്കുന്നത്? അല്ല. അതെന്തുകൊണ്ടാ? ഇത് നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മൾ ആണല്ലോ, ആരെങ്കിലും കാണാൻ പോകുമ്പോൾ. അപ്പോൾ മുരുകനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ശുദ്ധമായിട്ട് തന്നെ ചെല്ലുക. ഓക്കെ, പ്രസന്റബിൾ ആയിട്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങളല്ലാണ്ട് ആവുന്നില്ലല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അപർണ എന്ന് പറഞ്ഞാൽ അപർണ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോബ്ലം നമുക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എവിടെ വെച്ചും ജപിക്കാം. ആ ഒരു പ്രിമിസസിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ആ ജപം ഉണ്ടല്ലോ, ഇപ്പൊ മുരുകന്റെ ഒരു പ്രിമിസസ് ഉണ്ടല്ലോ, നമ്മൾ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് പക്ഷെ എവിടെ വെച്ചും ജപിക്കാം. ഇപ്പൊ സ്കന്ദഷഷ്ടി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അദ്ദേഹത്തെ സ്മരിക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ ഏത് കണ്ടീഷനിലും പ്രാർത്ഥിക്കാം. ചോദ്യം അതാണല്ലോ. അപ്പൊ ഏത് കണ്ടീഷനിലും പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു ചില സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രസന്റബിളായി ശുദ്ധമായിട്ട് പ്രസന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വള്ളി ദേവയാനി വെച്ചിട്ടുള്ള ഫോട്ടോ വെച്ച് ആരാധിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വെക്കണം. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ മുഴുവൻ ഞാൻ വ്രതം എടുത്തും എന്നോട് ബ്രഹ്മചര്യം കീപ്പ് ചെയ്തൊക്കെ പോകാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ കുറേ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ വന്നിട്ടുണ്ട്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടേസ്റ്റ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉത്തരവുള്ളതുകൊണ്ടാണ്. പിന്നെ പുക വലിക്കരുതെന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിട്ടയോടെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇപ്പം ചോദിച്ചല്ലോ, ഫസ്റ്റ് ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ചിന്ത ഉണ്ടാവും, ഇത് നമുക്ക് ആണുങ്ങളെ മാത്രം പോരല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്കിപ്പോൾ ചോദിച്ച പോലെ എനിക്ക് ഒരു ഫോട്ടോ വെച്ചാൽ അതിൻ്റെ ആ പാസേജ് വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധതയും ഇതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ പഴനി ചെന്നപ്പോൾ എൻ്റെ ഒരു കട ഞാൻ എടുത്തിട്ടില്ല. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങി എന്നോടത്ത് തന്നെ എനിക്കൊരു കടയുണ്ടായിരുന്നു. ആ കട ഷോപ്പ് അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ആദ്യം ഞങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. ആ സമയത്തും കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എങ്ങനെ വന്നാലും ലേഡീസ് സ്റ്റാഫിന് എടുക്കേണ്ട സിറ്റുവേഷൻ, ഇത് എടുക്കണേക്ക് മുമ്പ്, ഈ ഷോപ്പ് എടുക്കണേക്ക് മുമ്പ് തന്നെ ഞാനൊരു പ്രാവശ്യം പഴനി ചെന്നപ്പോൾ ഒരു വള്ളി സമേതനായിട്ടുള്ള ഒരു മുരുകനെ, വള്ളി ദേവയാനി സമേതനായിട്ടുള്ള മുരുകനെ കണ്ടപ്പോൾ എടുക്കാൻ പറഞ്ഞു. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, കാര്യം നമ്മൾ എടുക്കാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. എടുത്തു. ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചു. ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ഷോപ്പ് എൻ്റെ കയ്യിലേക്ക് എത്തി. അവിടെ വെക്കാൻ മുരുകനെ നോക്കിയപ്പോൾ ഇതാ വെച്ചത്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഞാൻ മനസ്സിലായി. അതല്ല, ഇത് പല രീതിയിലാണ് ആചരണം. ഇപ്പം താങ്കൾക്ക് വേണ്ടത് ഒരു കുടുംബസമേതനാണോ ചിന്ത, പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ആണോ, അതോ മണി മാറ്റർ ആണോ? ഇതൊക്കെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ രീതിയിലാണ് ആചരണങ്ങൾ. രണ്ടാമത്തെ വേല് വെച്ച് ആരാധിക്കണം. വേല് വെച്ച് ആരാധിക്കുന്നത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക, അങ്ങ് അറ്റത്ത് ഞാൻ അപർണയ്ക്ക് എത്ര ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റും? ഒരു ദിവസം 1.5 ദിവസം. 1 ദിവസം. എന്നോട് തിരുപ്പോരൂർ എന്ന് പറഞ്ഞ അമ്പലമുണ്ട് മുരുകൻ്റെ. അതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്കൊരു കുന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ മുരുകൻ്റെ ഒരു ആശ്രമം പോലെ ഒരു സിദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നാക്ക് നീട്ടിട്ട് നീട്ടിയിട്ട്
സണ്ണിനെ നോക്കി സൂര്യനെ നോക്കി നാക്ക് നീട്ടും, പിന്നെ വന്നിരിക്കും. അങ്ങേർക്ക് വെള്ളമില്ല, ആഹാരമില്ല, അങ്ങനെ കിടക്കുക, എല്ലും തോലുമാണ്. അപ്പം എങ്ങനെ ജീവിക്കുന്നു? ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്താനാണെന്നുണ്ടെങ്കിൽ ഈ വേൽ ആരാധന അതിലേക്ക് എത്തിക്കും. കാര്യം അത് വേറെ ലെവലാണ്. അതേസമയം നിങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, അത് ഷാർപ്പായിട്ടുള്ള വെപ്പണാണ്. ആ വെപ്പൺ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, വെപ്പൺ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അതായതായിട്ട് വരും. അത്രേ ഉള്ളൂ. അതേസമയം മുരുകനും കൂടി ഉണ്ടെങ്കിൽ യു വിൽ ഹാൻഡിൽ. അത് മുരുകനെ വെച്ച് ഇന്ന് പറയുന്നത് മുരുകൻ എന്ന് പറഞ്ഞ ശക്തി, ഞാനൊന്നും പറഞ്ഞില്ല, കാച്ചിക്കുറുക്കിയ ശിവനാണ്. ശിവൻ ലോകത്തിൻ്റെ തന്നെ ആദ്യം അന്തമില്ലാത്തൊരു ശക്തിയാണ്. ഈ ആദ്യം അന്തമില്ലാത്ത ശക്തിയുടെ കൂടെ ഭഗവതി എന്ന് പറഞ്ഞ ശക്തിയും കൂടി വന്നപ്പോൾ കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിനെ ആരാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ടൊരു ചൊല്ലില്ലേ, നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ മൊത്തം കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ഓഫറാണത്. ആ ഒരു സംഭവത്തിന് ആ ഓഫർ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ധ്യാനിച്ചാൽ പക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.